പ്രദേശത്തെ ഏറ്റവും വലിയ വേദനയാണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നം. ഞങ്ങൾ പരിസ്ഥിതി സംരക്ഷണ സമിതി ഇവിടെ രൂപീകരിച്ച് ഈ പ്രദേശത്തുള്ള വ്യവസായ മേഖലയിൽ നിന്നുള്ള മാലിന്യ പ്രസരണത്തിനെതിരായിട്ട് ഒരു വലിയ ജനകീയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രദേശത്തെ മനുഷ്യരുടെ വേദന ഉൾക്കൊള്ളാൻ കഴിവുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ പ്രകടന പത്രികയിൽ ഈ പ്രതിസന്ധി കൊണ്ടുവരണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഇപ്പോൾ ആദ്യം കൂടിയ അവസരത്തിൽ എല്ലാവരും പറഞ്ഞത് വോട്ട് തന്നെ ബഹിഷ്കരിക്കണമെന്നുള്ളത്. ഏതാണ്ട് 5,000-ഓളം വീട്ടുകാരും വോട്ടേഴ്സുള്ളൊരു പ്രദേശമാണിത്. അവരെല്ലാവരും പ്രധാനപ്പെട്ട ആഗ്രഹം ഇവിടെ വോട്ട് ചെയ്യാൻ പോകണ്ട, ഇങ്ങനെ ജനങ്ങളുടെ ഇത്രയും വലിയൊരു പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റാതെ രാഷ്ട്രീയക്കാർ കമ്പനികളുമായിട്ട് ഒരു അവിഹിത ബന്ധം നിലനിർത്തി അവർക്ക് എല്ലാ സപ്പോർട്ടും കൊടുക്കുകയും അവരുടെ പൊല്യൂഷനെ ഇഗ്നോർ ചെയ്ത് കാണുന്ന രീതിയിലുള്ളൊരു സാഹചര്യം ഉള്ളപ്പോൾ വോട്ട് ചെയ്യാൻ പോകരുതെന്നുള്ള ചിന്തയായിരുന്നു എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പം ഞങ്ങൾ അത്രയ്ക്ക് കടുത്തൊരു തീരുമാനത്തിലേക്ക് പറയുന്നില്ലെങ്കിലും ഈ പ്രദേശത്തെ ഏറ്റവും വലിയ പ്രശ്നത്തെ ദൂരീകരിക്കാനുള്ള ഒരു പദ്ധതി, ഒരു താല്പര്യം പ്രകടന പത്രികയിൽ രാഷ്ട്രീയക്കാർ ഉൾപ്പെടുത്തണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്ത് മരിച്ചിട്ടുള്ളവർ 95% ഇവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് ക്യാൻസർ രോഗികളായിട്ടാണ് മരിച്ചിട്ടുള്ളത്. ഇവിടുത്തെ കിണറുകളിൽ മലിനജലമാണ്. ഇവിടെ പല കമ്പനികളിൽ നിന്നും പുറത്തുവിടുന്ന രാസവസ്തുക്കളടങ്ങിയ മലിനജലം ഇവിടെയുള്ള കോമൺ ഓടകളിലേക്ക് തുറന്നു വെച്ചിരിക്കുകയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഒരു 12 മണി രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ പ്രദേശത്ത് നടക്കാൻ പറ്റാത്തൊരു വല്ലാത്തൊരു സ്മെല്ലാണ്, ദുർഗന്ധമാണ്, രാസവസ്തുക്കളുടെ ദുർഗന്ധമാണ്. കാരണം ഈ പുകക്കുഴലുകളെല്ലാം പ്രവർത്തിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും ഫിൽറ്റ് ചെയ്യാതെ പുക പുറത്തേക്ക് വിടുന്നത് രാത്രി കാലങ്ങളിലാണ്. അതുകൊണ്ട് ഇവിടെ കരിമഴ സുലഭമാണ്. കാരണം ഇവിടെ എന്ത് സാധനം അലക്കിയിട്ടാലും കറുത്ത പാടുകളും എല്ലാം കാണാം. ഇവിടെ ഒരു സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികളോട് ചോദിച്ചാൽ അറിയാം, അവരുടെ ബഹുഭൂരിപക്ഷം വീടുകളിലും നല്ല ശുദ്ധജലം ഇല്ല, എല്ലാവരും ജലം വാങ്ങി കഴിക്കുകയാണ്. ഈ പ്രദേശത്തെ പൊല്യൂഷൻ അതിരൂക്ഷമാണ്. ഇപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏത് സമയവും വല്ലാത്ത ദുർഗന്ധം വരുന്നുണ്ട്. ഞങ്ങൾ ഈ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിലും മുനിസിപ്പാലിറ്റിയുടെ അടുക്കലും എല്ലാം ചെന്ന് പരാതികൾ പറയുകയും എക്സൈസിൻ്റെ അടുക്കൽ, പോലീസിൻ്റെ അടുക്കൽ എല്ലാം പരാതികൾ പറഞ്ഞു. അപ്പോൾ പൊതുവെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രതികരണവും ഞങ്ങൾ മനസ്സിലാക്കുന്നത്, ഈ ഇലക്ഷൻ സമയത്തെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഏത് പാർട്ടിയാണെന്ന് നമുക്ക് പ്രത്യേകം പറയാനില്ല, എല്ലാ രാഷ്ട്രീയക്കാരും അവരിൽ നിന്ന് പണം സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ ഈ കമ്പനിക്കാർ തന്നെ ഞങ്ങളോട് ചിലർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളിങ്ങനെ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രീയക്കാർ ഇവരുമായിട്ട് പുലർത്തുന്ന ഈ ഒരു വൃത്തികെട്ട ബന്ധം കാരണം ഈ ജനം നിസ്സഹായരാവാണ്. ഈ പ്രദേശത്തുള്ള മനുഷ്യർ സഹിക്കാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഞങ്ങൾക്ക് ക്രിയാത്മകമായിട്ടൊന്നും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കാരണം ഇതിൻ്റെ വേദന സഹിച്ച് ജീവിക്കുക എന്നല്ലാതെ ക്രിയാത്മകമായിട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഇലക്ഷൻ സമയത്ത്, ഇതിനു മുമ്പും ഈ സംരക്ഷണ സമിതിയോടെ പ്രവർത്തിക്കുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ മീറ്റിങ്ങുകൾ വിളിച്ചുകൂട്ടി, പൊതുയോഗങ്ങൾ വിളിച്ചുകൂട്ടി, എല്ലാ സ്ഥലങ്ങളും ഞങ്ങൾക്ക് സാധിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം പരാതികളായിട്ട് പോയി. ചിലർ അന്വേഷിക്കുന്നുണ്ട്, ചിലർ അന്വേഷിക്കും. പ്രത്യേകിച്ച് ഇവിടെ ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ ജോലി ചെയ്യുന്നത്. ആ വൈകുന്നേരമായി കഴിഞ്ഞാൽ പല കടകളിലും ഈ നിരോധിത ലഹരി വസ്തുക്കൾ സുലഭമാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രവർത്തിക്കുന്ന കടകളുണ്ട്. അപ്പോൾ ഈ ചിലർ പരസ്പരം തല്ലുകൂടുക, ബഹളം വയ്ക്കുക, അങ്ങനെയല്ല. അത് പൊതുനിരത്തിൽ വലിയൊരു പ്രശ്നം തന്നെയാണ്. പിന്നെ ഈ കടകളിൽ നിന്നെല്ലാം വേസ്റ്റ് പുറത്തേക്ക് ഇട്ടിട്ട് തെരുവ് നായ്ക്കൾ പെരുകിയിരിക്കുകയാണ്. ഒരാൾക്കും ഈ പ്രദേശത്ത് വഴി നടക്കാൻ പറ്റാത്ത രീതിയിൽ തെരുവ് നായ്ക്കളുടെ ശല്യമാണ്. ഇവിടെ കാണുന്ന ഏറ്റവും വലിയ വേറൊരു വൃത്തികെട്ട പ്രതിഭാസം എന്താണെന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിൽ നിന്നും കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ, റെഡ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ പല കമ്പനികളെയും അവിടുത്തുകാർ ഓടിച്ചു കഴിഞ്ഞപ്പോൾ അവർ സുരക്ഷിത താവളമായിട്ട് താമസിക്കുന്നത് ഇവിടെയാണ്. ഇവിടെ പല കമ്പനികൾക്കും ബോർഡില്ല. അതാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക. ഇതിൻ്റെ അകത്ത് എന്താണ് പ്രവർത്തിക്കുന്നത്? പല സ്ഥലത്തും ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ചില സ്ഥലത്ത് യൂറിയ സൂക്ഷിച്ചിരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ നിരോധിത റബ്ബർ എന്തൊക്കെ ചെയ്യുന്നു. പലതിനും പേര് വയ്ക്കുന്നില്ല. കാരണം അതാരും അറിയാതെ രഹസ്യ പ്രവർത്തനമാണ്. ഇതിനാര് ലൈസൻസ് കൊടുത്തിരിക്കുന്നു, എങ്ങനെ ഇതൊക്കെ പ്രവർത്തിക്കാൻ ഇവർക്ക് ധൈര്യം കിട്ടുന്നത് അറിയാൻ പറ്റാത്തൊരു, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ഒത്തിരി ജനങ്ങൾ ആശങ്കയിലാണ്.
ഇപ്പോൾ ഇവിടെ പല വാഹനങ്ങൾ വന്നു പോകുന്നു, കമ്പനിയുടെ അകത്തേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു. ഞങ്ങൾ ചിലർ പരിശോധിച്ചപ്പോൾ അതിൽ അപകടകരമായ ചില രാസവസ്തുക്കളുള്ളതായിട്ട് കാണാനായിട്ട് ഞങ്ങളുടെ ആളുകൾക്ക് തന്നെ പറ്റി. പിന്നെ ഞങ്ങൾ തെരുവിലും വഴിയിലൊക്കെ നോക്കുമ്പോൾ ഓടകളെല്ലാം മലിനജലമാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഗൗരവമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം, ഞങ്ങൾ പ്രക്ഷോഭണമായിട്ട് മുമ്പോട്ട് പോകും, ഇതിന് തീരുമാനമുണ്ടാക്കാൻ ഞങ്ങളുടെ പറ്റുന്ന രീതി ചെയ്യും. ഇപ്പോൾ ഇലക്ഷൻ്റെ സമയമാണ്. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ധാർമ്മിക ബോധം ഉണ്ടെങ്കിൽ, ജനങ്ങളുടെ വേദനയെപ്പറ്റി അവർക്ക് കൺസേൺ ഉണ്ടെങ്കിൽ അവരുടെ പ്രകടന പത്രികയിൽ ഈ കാര്യം ഉൾപ്പെടുത്തേണ്ടതാണ്. അവരിതിനെപ്പറ്റി അന്വേഷിക്കേണ്ടതാണ്. ഇവിടെയുള്ള ജനനേതാക്കൾ ഇക്കാര്യത്തിൽ ഇടപെടേണ്ടതാണ്. കാര്യം ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെ മേഖലയിൽ സാമ്പത്തിക സോഴ്സായിട്ട് ഈ കമ്പനികളൊക്കെ നിൽക്കുന്നുണ്ട് എന്നത് പകൽ പോലെ വ്യക്തമായൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ജനങ്ങളുടെ വേദന, ജനങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് അവരെല്ലാവരും ഈ പ്രശ്നത്തിൽ ഇടപെടണം. ഈ ഇലക്ഷന് അവരുടെ നിലപാട് അറിയാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അതിനനുസരിച്ച് ഇനി ഞങ്ങൾ മുമ്പോട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടാകും.